അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹില്ലദീ അൻസല മിനസ് സമാഇ മാഅൻ ബിഖദർ സുബ്ഹാനഹു ജഅല ലനൽ ലൈല ലിബാസൻ വന്നൗമ സുബാത വജഅലൻ നഹാറ നുശൂറ വഅൻസല ലനാ ബിഖുദ്റതിഹി മിനസ് സമാഇ മാഅൻ തഹൂറ നഹ്മദുഹു സുബ്ഹാനഹു ബിമാ ഹുവ ലഹു അഹ്ലുൻ മിനൽ ഹംദ് വനുസ്നി അലൈഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന സയ്യിദനാ വനബിയ്യനാ മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു ഖൈറു മുഅ്മിനിൻ ബില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് ഫഊസികും ഇബാദല്ലാഹി ബിതഖ്വല്ലാഹി അസ്സ വജല്ല ജലാലുഹു ഫത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി തകൂനു മിനൽ ഫായിസീൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ്ഫതൻ വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. നാം മുഹറം മാസത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഹറമിൻ്റെ ആദ്യ പകുതി പിന്നിട്ടു. ഐതിഹാസികമായ ഒരു വിജയത്തിൻ്റെ, വിമോചനത്തിൻ്റെ ചരിത്രം വിശ്വാസി സമൂഹം അനുസ്മരിക്കണമെന്ന് ഇസ്ലാം വ്യവസ്ഥ വെച്ച ഒരു മാസമാണല്ലോ ഈ മാസം. മുഹറം 10 ബനു ഇസ്രായേൽ സമുദായത്തിൻ്റെ വിമോചനവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹങ്ങൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു ഈ മാസത്തിൽ. വിമോചനവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ ശരിയായ കാഴ്ചപ്പാട് എന്ത് എന്നതുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ വിമോചനത്തിൻ്റെ ഇസ്ലാം വിഭാവന എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഖുതുബകൾ എന്ന് നിങ്ങൾക്കറിയാം. നല്ല ഒരു ശതമാനം മുസ്ലിമീങ്ങളും മുസ്ലിം പേരുള്ള ആളുകൾ മഹാരഥന്മാരായ പ്രവാചകന്മാർ അലൈഹിമുസ്സലാം അവർ പഠിപ്പിച്ച ഇസ്ലാമിക വിമോചന വീക്ഷണം വെച്ച് നോക്കുമ്പോൾ അടിമകളാണെന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പലതിൻ്റെയും അടിമകൾ, പലതിനും മനസ്സ് വീതം വെച്ചു കൊടുത്തവർ, പലതിനും ഹൃദയ മസ്തിഷ്കങ്ങളെ ഭാഗം വെച്ചു കൊടുത്തവർ. അതുകൊണ്ട് തമ്പുരാന്റെ ദീനിനെ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ട് അതിൽ അഭിമാനിക്കാൻ, അതിനോട് കൂറുള്ളവരായിത്തീരാൻ, അതിലായി ജീവിച്ച് അതിനുവേണ്ടി നിലകൊള്ളുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് മാറാൻ കഴിഞ്ഞവർ മുസ്ലിം സമുദായത്തിൽ തുലോം തുച്ഛമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്തത്ര ഇസ്ലാമിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു പുതിയ കാലത്തെ മുസ്ലിമീങ്ങൾ എന്ന് വേദനയോടെ പറയേണ്ടി വരും. ഈ ആമുഖം മുമ്പിലിരിക്കട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ 5 വിഭാഗം ആളുകൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പലതിനും വിധേയപ്പെട്ട് അടിമകളായി ഇസ്ലാമിന്റെ ശരിയായ കാഴ്ചപ്പാടും തെന്നിമാറി ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ. അവരങ്ങനെ ജീവിക്കുന്നതിൽ അവർ മാത്രമല്ല കുറ്റവാളികൾ, അവരെ അങ്ങനെ ആക്കിയെടുത്ത പണ്ഡിത വിഭാഗമുണ്ട്, സംഘടനാ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ അത് എസ്റ്റാബ്ലിഷ്ഡായി, അതൊരു പുതിയ മതമായി മുസ്ലിം സമൂഹത്തിനകത്ത് ഓരോ ഷെയ്ഖിൻ്റെയും പേരിൽ ഓരോ മതം, ഓരോ പണ്ഡിത വേഷങ്ങളുടെയും പേരിൽ ഓരോ മതം, അങ്ങനെ ഒരവസ്ഥയിൽ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ദുരന്തമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആള് കുറഞ്ഞുപോയി സമുദായത്തിനകത്ത്.
അതൊരു ദുരന്തമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്ര ഈ സംവിധാനങ്ങളുടെ അടിമകളായി, ആ സംവിധാനത്താൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട് ചിന്തിക്കാനുള്ള കഴിവ്, ചിന്താശേഷി പണയം വെച്ച കൂട്ടർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകാത്ത അവസ്ഥയുമുണ്ടായി. ഇത്തരം ഒരു ദുരന്തത്തെക്കുറിച്ച് വല്ലപ്പോഴും ആലോചിച്ചു നോക്കിയാൽ നമുക്ക് വലിയ വേദന തോന്നിപ്പോകും. വിഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ടവർ, ഔലിയാക്കൾക്ക് വിധേയപ്പെട്ടവർ, മക്ബറകളുടെ ഉപാസകന്മാരായി തീർന്നവർ, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നതിനേക്കാൾ മറ്റു പലതിനെയും പരിശുദ്ധപ്പെടുത്തുന്നവർ, അള്ളാഹുവിന്റെ വചനങ്ങളെക്കാൾ മറ്റു പലരുടെയും യുവായാത്തുകൾക്ക്, പ്രസ്താവനകൾക്ക് പരിശുദ്ധി നൽകുന്നവർ, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ, അതിന്റെ ഭാഗമായി കടന്നു വന്ന അന്ധവിശ്വാസങ്ങൾ, അത്യാചാരങ്ങൾ, അനാചാരങ്ങൾ, അതിനൊക്കെ വിധേയപ്പെട്ട് ജീവിക്കുന്ന കുറെ ആളുകൾ. മറ്റൊരു വിഭാഗം അതിനകത്ത് എണ്ണിയത് വഹും യുഅ്മിനൂന ഫീ ഇഅ്തിഖാദാത്തിൻ, അവർ ചില പ്രസ്ഥാനങ്ങളിൽ, പ്രത്യയശാസ്ത്രങ്ങളിൽ, ആദർശങ്ങളിൽ, വിശ്വാസങ്ങളിൽ, വിശ്വാസ രീതികൾ വിശ്വസിക്കുന്നവരാണ്. ബുനിയത്ത് അലാ ലന്നിൽ ജാഹിലിയ്യ വ ഹവൻ നഫ്സ്, ആ പ്രത്യയശാസ്ത്രങ്ങൾ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ലന്നുൽ ജാഹിലിയ്യ, അനിസ്ലാമികമായ ഊഹങ്ങളുടെ, അനുമാനങ്ങളുടെ, നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ലന്നുൽ ജാഹിലിയ ഖുർആൻ പ്രയോഗിച്ച പദമാണ്, അനിസ്ലാമികമായ ഊഹങ്ങൾ. അപ്പൊ അവരുടെ സമൂഹത്തെക്കുറിച്ച, ജീവിതത്തെക്കുറിച്ച, ഈ ദുനിയാവിനെ കുറിച്ച കാഴ്ചപ്പാടുകൾ അവരുടെ അനിസ്ലാമിക ചിന്താധാരയുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തതാണ്. നിഗമനങ്ങളും ഊഹങ്ങളും അനുമാനങ്ങളുമാണ് അവിടെ പ്രത്യയശാസ്ത്രത്തിന്റെ എല്ലാം അടിസ്ഥാനം. വഹവൻ നഫ്സ്, പിന്നെ അതിന്റെ കൂടെ ഒരു ചേരുവയുണ്ട്. ആ ചേരുവ അവരുടെ താല്പര്യങ്ങളാണ്. ഭരണപരമായ താല്പര്യം, അധികാരപരമായ താല്പര്യം, സാമ്പത്തികപരമായ താല്പര്യം, തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിൽ വരുത്താനുള്ള താല്പര്യം, തങ്ങളുടെ ഇച്ഛകൾ നടപ്പിൽ വരുത്താനുള്ള താല്പര്യങ്ങൾ, അവരുടെ വിനോദ താല്പര്യങ്ങൾ, അങ്ങനെ അങ്ങ് തുടങ്ങി ഹവൻ നഫ്സ്, ഈ ദേഹേച്ഛയും, ലന്നുൽ ജാഹിലിയ, അനിസ്ലാമികമായ നിഗമനങ്ങളും ചേർന്നുള്ള പ്രത്യയശാസ്ത്രങ്ങൾ, ഇസങ്ങൾ, സോഷ്യലിസം, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, ലിബറലിസം, ഫെമിനിസം എന്നിങ്ങനെ തുടങ്ങി ഇസങ്ങൾ, മൻഹജുകൾ, അതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ. ഈ ഒരവസ്ഥ ഈ സമുദായത്തിനകത്തുണ്ട്. ഇവരൊന്നും വിമോചിതരല്ല, അവർക്ക് ഇസ്ലാമിന്റെ വിമോചന പാഠങ്ങൾ അറിയില്ല. മനുഷ്യരെ എല്ലാത്തരം ഇത്തരം അതീശ സ്വാധീന ശക്തികളിൽ നിന്ന് വിമോചിപ്പിച്ച് അള്ളാഹുവിന്റെ മാത്രം അടിയാളന്മാരായി, അടിയാത്തികളായി, അവർക്കും അള്ളാഹ് മാത്രമുള്ള ഒരു സംവിധാനത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന വിമോചനത്തിന്റെ മാർഗത്തിലാണ് പ്രവാചകന്മാർ പണിയെടുത്തത്. കഴിഞ്ഞ ഖുതുബയിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്ധരണങ്ങൾ ഖുർആൻ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്താധാരകൾ, ആരൊക്കെയോ മനുഷ്യർ കൂടിയിരുന്ന് ഉണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങൾ, അതിന്റെ അടിമകളായിട്ട് അതിന്റെ ഇച്ഛകളെ, ഇഷ്ടങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് പോകാൻ കഴിയില്ല. കാരണം വിശ്വാസികൾ അല്ലാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഈ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണം. ആ പ്രയോഗത്തെ അടിവരയിട്ട് മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളെ വിളിച്ചിട്ടാ പറയുന്നത്, വിശ്വാസികളെ വിളിച്ചിട്ട്. വിശ്വാസികളെ വിളിച്ചിട്ട് പിന്നെയും പറയാ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണമെന്ന്. അപ്പൊ ഇസ്ലാമിൽ പ്രവേശിക്കാത്ത ആളുകളെ വിളിച്ചിട്ട് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചല്ല വർത്താനം. ഇസ്ലാമിൽ ഉള്ളവരോടാ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളാണെന്ന് വാദിക്കുന്നവരും അങ്ങനെ സ്വയം അവകാശപ്പെടുന്നവരുമാണെങ്കിൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അസ്സിൽം, ഇസ്ലാം, അല്ലാഹുവിന്റെ സമർപ്പണം, അല്ലാഹുവിന്റെ വിധേയത്വം, അവനുള്ള വണക്കം, വഴക്കം, മെരുക്കം, ഒതുക്കം, അടിമത്തം പൂർണ്ണമായും, അത് കാഫ, അതിന്റെ പൂർണ്ണതയിൽ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി വകവെച്ചു കൊടുക്കണം. നിങ്ങളിങ്ങനെ ഭാഗികമായി ഒരു തെല്ലിൽ നിന്ന്, ഒരു അരികിൽ നിന്ന് നിങ്ങൾ ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ സ്വീകരിച്ച് ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസാരം അല്ലെങ്കിൽ മറ്റാരുടെയോ ഇഷ്ടാനുസാരമാകുന്ന അവസ്ഥ പൊറുക്കില്ല എന്ന് ഖുർആൻ പറഞ്ഞാൽ ഭയപ്പെടേണ്ട വിശ്വാസികൾ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണം. പൂർണ്ണമായും പ്രവേശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ച് ഉത്തരം കണ്ടെത്താൻ മുസ്ലിമീങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരലോകത്തെ വിചാരണ. നമ്മളൊക്കെ പഠിച്ചത് നിസ്കാരമാണ് വിചാരണ ആദ്യമെന്നാണ്, ശരിയാണ്. എങ്കിൽ നമസ്കാരം ആർക്കാണ് നിർബന്ധമായത്? അള്ളാഹുവിന്റെ ദീനിൽ പൂർണ്ണമായും പ്രവേശ വിശ്വാസികൾക്ക് നിസ്കാരം നിർബന്ധമായത്. അതുകൊണ്ടാണ് നമസ്കാരം തിരുനബിയുടെ നുബുവത്തിന്റെ 12ാം വർഷത്തിൽ നിർബന്ധമായത്.
13 കൊല്ലത്തെ മക്ക ജീവിതം, അതിൽ നമസ്കാരം നിർബന്ധമായിരുന്നില്ല. 12-ാം വർഷം മിറാജിൽ മാത്രം നിസ്കാരം നിർബന്ധമായത്. അതുവരെ തിരുനബിയുടെ കൂടെ ജീവിക്കുന്നവർ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിച്ചവരാണ്. അവർ അതിന്റെ തെല്ലിലോ അരികിലോ വക്കിലോ നിൽക്കുന്നവരായിരുന്നില്ല. അപ്പോ എന്താണോ തമ്പുരാന്റെ നിർദ്ദേശം, എന്താണോ തിരുസുന്നത്ത് നിർദ്ദേശം, അതപ്പടി പാലിച്ച് ജീവിക്കുന്ന ലക്ഷണമൊത്ത മുസൽമാന്മാർ, അവരാണ് ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിച്ചവർ. ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിച്ചവർക്ക് നമസ്കാരം നിർബന്ധമായത്. എന്നാൽ ഇസ്ലാമിനെ തന്റെ ജീവിത പ്രത്യശാസ്ത്രമായി കാണാത്ത നിസ്കരിക്കുന്ന മുസൽമാന്മാർ, അവർ വിമോചനത്തിന്റെ പാതയായി മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവർ ഇസങ്ങൾക്ക് വേണ്ടി കൊടി പിടിക്കുന്നവരും ജയ് വിളിക്കുന്നവരും, അതിനുവേണ്ടി വിയർപ്പൊഴുക്കുന്നവരും പണമൊഴുക്കുന്നവരും, അതിനുവേണ്ടി കലഹിക്കുന്നവരും, അതിനുവേണ്ടി കലാപം ചെയ്യുന്നവരുമാണ്. അങ്ങനത്തെ ഒരു കൂട്ടർ മനസ്സിലാക്കുന്നു നിസ്കാരം ശരിയായാൽ മതി, വിചാരണ കടന്നു കിട്ടുമെന്ന്. അങ്ങനെയെങ്കിൽ ഇസ്ലാം പഠനം തെറ്റി, അവിടെ ഇസ്ലാമിലെ മുൻഗണനാക്രമങ്ങൾ അറിയാതെ പോയി. അല്ലെങ്കിൽ അവരെ ഉരുത്തിരിച്ച് പഠിപ്പിക്കേണ്ടവർ പഠിപ്പിച്ചില്ല. എന്നാൽ ഉരുത്തിരിച്ച് പഠിപ്പിക്കാമെന്ന് വെച്ചാലോ അവർക്കതിപ്പോൾ കേൾക്കാൻ താല്പര്യവുമില്ല. അത്തരം വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴോ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതെല്ലാം അവർ രാഷ്ട്രീയമായിട്ട് കാണുന്നു. അവരാണ് പക്കാ രാഷ്ട്രീയക്കാർ എന്നിരിക്കെ, ഇത് മതമാണ് ഇസ്ലാമാണ് എന്നിരിക്കെ അതിനെ രാഷ്ട്രീയമായി മുദ്രടിച്ചിട്ട് അവർ പക്ക ഇസങ്ങളുടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദുരന്തമുഖത്താണ് സഹോദരന്മാരെ നമ്മളുള്ളത്. അതുകൊണ്ട് ഈ ആയത്ത് ഉരുത്തിരിച്ച് മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനു, അലിയ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കുവിൻ. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റല്ല. അപ്പൊ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റു മേഖലയിൽ ആരാധനാദി ആത്മീയ ആചാര ക്രമം ഒഴിച്ച് ബാക്കി മേഖലയിൽ, അതാണല്ലോ ഇപ്പൊ നമ്മൾ ഇസ്ലാമിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇബാദാത്തുകൾ കൊടുക്കുന്നു, ജനനം മരണം വിവാഹം ഇസ്ലാമിന്റെ ആചാരം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആത്മീയമായി നമ്മൾ ഇസ്ലാമിന്റെ ആത്മീയ ക്രമം സ്വീകരിച്ച് പള്ളിയിൽ പോകുന്നു, തീർത്ഥാടനത്തിന് പോകുന്നു. ഇങ്ങനെയാണ്. അതിനപ്പുറത്തൊരു വിശാലമായ മേഖലയുണ്ട്, ജീവിതവുമായി ബന്ധപ്പെട്ട മേഖല. ആ മേഖലയിൽ ഈ ആളുകളെ നയിക്കുന്നത്, ചലിപ്പിക്കുന്നത്, ഗൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന മനുഷ്യ നിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളാണ്. അപ്പോൾ അവർ പിശാചിന്റെ കാലടിപ്പാടുകളെ പിൻപറ്റുകയാണ്. അപ്പൊ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആരുടെ കൂടെയാണ്? ഉത്തരമാണ്, നിങ്ങൾ പിശാചിന്റെ കൂടെയാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കണം വിശ്വാസികൾ എന്ന് പറഞ്ഞ ശേഷം വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത്, അരുത് എന്നാണ്. അരുത് ആദ്യത്തേത് കൽപ്പനയാണ്, ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണം. അത് അമ്രാണ്, കൽപ്പനയാണ്. രണ്ടാമത് അരുത് എന്നാണ്. നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങൾ പിശാചിന്റെ കൂടെയാണ്. ഇത് ഖുർആൻ തെളിച്ചും പറഞ്ഞാൽ നമുക്കുണ്ടോ സംശയം? നമുക്കുണ്ടാകാമോ സംശയം എന്ന് ചോദിക്കുകയാണ്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ആയത്തിന്റെ അവസാന ഭാഗം, നിശ്ചയം അവൻ നിങ്ങളുടെ വർഗശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ്. മനുഷ്യനെ അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒഴിച്ചു നിർത്തുക, മാറ്റി നിർത്തുക, വഴിതെറ്റിക്കുക, തിരിച്ചുവിടുക എന്നതാണ് ഈ പിശാചിന്റെ പണി. അത് മനുഷ്യകുലത്തെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹ് പഠിപ്പിച്ച ആദ്യത്തെ പാഠം, ഇസ്ലാമിലെ ആദ്യ പാഠം. ആ ആദ്യ പാഠം പഠിപ്പിച്ച മനുഷ്യകുലത്തെ മണ്ണിലേക്ക് വിട്ടത്. അതുകൊണ്ട് നിങ്ങൾ പ്രപിതാവായ ആദമിനെ പിശാച് തെറ്റിച്ചതുപോലെ നിങ്ങളെ തെറ്റിക്കാൻ ഇടവരരുത് എന്ന് ഇടക്കിടക്ക് ഇസ്ലാം ഉത്ബോധിപ്പിക്കും. ഇവിടെയും അതാണ് ഉത്ബോധനം. ആയത്തിന്റെ അടുത്ത സൂറ അൽ ബഖറ 201 വചനമാണിത്. തൊട്ടടുത്ത വാക്യം നിങ്ങൾ നോക്കൂ, ഫൈൻ സലൽതും മിൻ ബഅദി മാ ജാഅതുൽ ബയ്യിനാത്ത്, നിങ്ങൾക്ക് ഈ വ്യക്തമായ തെളിവ്, ഈ വ്യക്തമായ അറിവ്, ഈ വ്യക്തമായ നിർദ്ദേശം, ഈ വ്യക്തമായ ബയ്യിന ദൃഷ്ടാന്തം വന്നു കിട്ടിയിട്ടും ഫൈൻ സലൽതും, ഇനിയും നിങ്ങൾ കുതറി മാറുകയാണെങ്കിൽ, നമ്മളങ്ങനെ കുതറി മാറാൻ പഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കിതാബിൽ കൃത്യമായി പറഞ്ഞ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊരു ചലനം ഉണ്ടാക്കുന്നില്ല, നമുക്കത് പേടി ഉണ്ടാക്കുന്നില്ല, അത് നമ്മെ സ്വാധീനിക്കുന്നില്ല, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഇതിൽ നിന്ന് മെല്ലെ മെല്ലെ നാം വഴുതി പോയപ്പോ അള്ളാഹുവിന്റെ കലാമ് നമ്മെ സ്വാധീനിക്കാത്ത അവസ്ഥ സംഭവിച്ചിരിക്കുന്നു എന്ന ഭീകരമായ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ ഈ സമുദായത്തിനകത്ത് കാണുകയാണ്. അതുകൊണ്ട് ഫൈൻ സലൽതും മിൻ ബഅദി മാ ജാഅതുൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തം നിങ്ങൾക്ക് വന്നു കിട്ടിയതിനു ശേഷവും നിങ്ങൾ വഴുതി മാറുകയാണെങ്കിൽ ഫഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു ഉഗ്രപ്രതാപിയും യുക്തിബന്ധുരമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന നീതിമാനുമാണ്. അപ്പൊ തമ്പുരാൻ പണി തരുന്ന, പിടികൂടുന്ന, നിങ്ങളെ വെറുതെ വിടില്ല എന്നാണ്. സൂറ അൽ ബഖറ 208, 209 ആയത്തുകളാണ്. അപ്പൊ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കാനായി ഇസ്ലാമിനെ മുഴുവനായും അംഗീകരിക്കാം.
എന്നാൽ മുഴുവനായും ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ഒരാൾക്ക് ശിർക്കൻ ചിന്താധാരയുടെ രീതി സ്വീകരിക്കാൻ കഴിയില്ല. അവർക്ക് അള്ളാഹുവിന് നൽകേണ്ട അർത്ഥനയും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയില്ല. ഇസ്ലാമിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിക്ക് മനുഷ്യ നിർമ്മിത പ്രത്യയ ശാസ്ത്രങ്ങളെ അംഗീകരിച്ച് പ്രവർത്തിക്കാനും പണിയെടുക്കാനും അതിനുവേണ്ടി വാദിക്കാനും കഴിയില്ല. ഇത് വളരെ വ്യക്തമായ ഇസ്ലാം ശരിക്ക് തെളിയിച്ച് പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിന് തയ്യാറില്ലാത്ത ആളുകളുണ്ടല്ലോ, നിസ്കരിക്കുന്ന ആളുകൾ, ആരാധിക്കുന്ന, അവരെ കുറിച്ച് അള്ളാന്റെ കാഴ്ചപ്പാട് എന്താണ്? ഖുർആൻ കൃത്യമായിട്ട് പറയുന്ന സൂറ അൽ ഹജ്ജിലെ 11-ാം വാക്യം, ജനങ്ങൾ ഒരു കൂട്ടരുണ്ട് കേട്ടോ, അവര് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ മുസ്ലിം സമുദായത്തെ കുറിച്ച് വർത്താനം. അപ്പുറത്തെ ബഹുദൈവ ആരാധനാ ക്രമങ്ങളായ മതങ്ങളെ കുറിച്ചല്ല, ഈ സമുദായത്തിനകത്തെ ആളുകളെ കുറിച്ച്. അള്ളാനെ ആരാധിക്കുന്ന കുറച്ചു പേരുണ്ട് ജനങ്ങളിൽ. എവിടെയാണ് നിൽക്കുന്നത്? അലാ ഹർഫിൻ, അവർ തെല്ലിൽ വക്കിലാ നിൽക്കുന്നത്, ഇസ്ലാമിന്റെ വക്കിൽ. അല്ലെങ്കിൽ അവർ കുഫറിന്റെയും ഇസ്ലാമിന്റെയും അതിർത്തിയിൽ നിൽക്കുക. ഇസ്ലാമിലേക്ക് പൂർണ്ണമായും, കുഫറിനെ വിട്ടിട്ട് ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിയില്ല. അവരിങ്ങനെ ബാൽക്കണിയിൽ ഇരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. കളത്തിലിറങ്ങി കളിക്കാൻ തയ്യാറില്ല. അവരിങ്ങനെ അരികെ പറ്റി നിൽക്കുക. അവർ ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇതിന്റെ ആളുകളായി രംഗത്ത് വരാൻ തയ്യാറല്ല. അവരിത് പഠിക്കാനോ മനസ്സിലാക്കാനോ പ്രവർത്തിക്കാനോ ഇത് ഉൾക്കൊള്ളാനോ തയ്യാറില്ല എന്ന് നമുക്കതിനെ കുറിച്ച് പറയാം. മനുഷ്യരിലുണ്ട് ഒരു കൂട്ടരെ ഹർഫിൻ, അവരിതാ അള്ളാഹുവിനെ ഒരു തെല്ലിൽ നിന്നുകൊണ്ട് ഇബാദത്ത് എടുക്കുന്നു. വല്ല നേട്ടം ഉണ്ടായാലോ വല്ലാതെ സന്തോഷിക്കും. അത് അന്ന് മദീനയിൽ ജീവിച്ചിരുന്ന മുനാഫികളെ കുറിച്ച് വർത്താന. അവർ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ തന്നെയാണ്. ഇസ്ലാമിന് നേട്ടമുണ്ടായാൽ അവർ ആ നേട്ടത്തിൽ പങ്കുപറ്റാൻ വരും. യുദ്ധമുണ്ടായി വിജയിച്ച് യുദ്ധാനന്തര സ്വത്തുക്കൾ ഇസ്ലാമിന്റെ കയ്യിൽ ഒന്ന് വിചാരിക്കാം. ഒരു പ്രദേശ ഇസ്ലാമിന് കീഴൊന്നിങ്ങനെ വിചാരിക്കാം. അത് മുഖേന ഖജനാവിലേക്കുണ്ടാകുന്ന മുതൽക്കൂട്ടിൽ നിന്ന് പങ്കുപറ്റാൻ ഇവരുണ്ടാകുമെന്നാണ്. അന്നത്തെ അവസ്ഥയിൽ അങ്ങനെയാണ് ചരിത്രം. വല്ല നേട്ടവും വിജയവും ഇസ്ലാമിനുണ്ടായാലും നല്ല സമാധാനത്തിൽ സന്തോഷിക്കും. ഇനി വല്ല പ്രയാസവും പ്രതിസന്ധിയും വന്നു, ഇസ്ലാമിന് നഷ്ടം, മുസ്ലിം സമൂഹത്തിന് പ്രയാസം, പ്രതിസന്ധി, അങ്ങനെയൊക്കെ വരുമ്പോ അവർ പിന്തിരിഞ്ഞു പോകും. അവർ ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. ഇസ്ലാമിന്റെ ആളുകളായി രംഗത്തുണ്ടാവില്ല. ഇസ്ലാമിന്റെ ആളുകളായി രംഗത്ത് വരാൻ തയ്യാറാവില്ല. അത്തരം ആളുകൾക്ക് ഇഹവും പരാജയപ്പെട്ടിരിക്കുന്നു, പരവും പരാജയപ്പെട്ടു. ഇഹവും പരവും നഷ്ടപ്പെട്ടവരാണ് അവർ. അവർ ഇഹലോകത്ത് ജയിക്കില്ല, പരലോകത്തും ജയിക്കില്ല. വല്ലാത്തൊരു നഷ്ടല്ലേ? ഇസ്ലാമിന് പുറത്തുള്ളവർ ഇഹലോകത്തെങ്കിലും ജയിച്ചിരിക്കുന്നു. അവർ സുഖമായിട്ട് ജീവിക്കുക. എല്ലാ ആനന്ദങ്ങളും, മദ്യവും മയക്കുമരുന്നും മദിരാക്ഷിയും എന്റർടൈൻമെന്റുകളും, സമ്പാദനത്തിൽ അവർക്ക് നിയന്ത്രണങ്ങളില്ല. എങ്ങനെയും സമ്പാദിക്കാം, എങ്ങനെയും ജീവിക്കാം. അതുകൊണ്ട് അവർ ഇഹലോകത്തെ ജീവിതം ആസ്വദിക്കുന്നവരാ, ആ അർത്ഥം നേടിയവരാണ്. എന്നാൽ ഇവർ ഇസ്ലാമിന്റെ ആൾക്കാരായി പോയതുകൊണ്ട് അങ്ങനെ അങ്ങ് വെയ്യല്ലോ. കുറെയൊക്കെ നിയന്ത്രണം സമൂഹത്തിൽ ഉണ്ടല്ലോ. പലതും അങ്ങ് പരസ്യമായിട്ട് സാധ്യല്ല, രഹസ്യമായി ചെയ്തിട്ടുണ്ടെങ്കിലും പരസ്യമായി സാധ്യല്ലല്ലോ. അപ്പൊ അവർക്ക് ഈ വിലങ്ങുതടികൾക്കകത്ത് അവർ ഇഹലോകത്ത് നേരെ ചൊവ്വേ ജീവിതത്തിൽ വിജയിച്ചില്ല ആ അർത്ഥത്തിൽ. ഇനി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് സമുദായത്തിനകത്താണല്ലോ, നിസ്കാരം ഉണ്ടല്ലോ, അതുകൊണ്ട് പരലോകത്ത് ജയിക്കും എന്ന് വിചാരിച്ചാൽ അള്ളാഹ് പരലോകം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ തെല്ലിൽ നിന്നുള്ള ഒരു ആരാധന മാത്രം അർപ്പിക്കുന്ന കൂട്ടരാണ് നല്ലൊരു ശതമാനം. നിസ്കാരവും ബാക്കി ഇബാദാത്തുകളൊക്കെ ഉണ്ട്. ജനനവും മരണവും വിവാഹവും അതിങ്ങനെ ഇസ്ലാമിന്റെ ക്രമത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവർ ഹർഫിന് ഒരു തെല്ലിൽ നിൽക്കുക. ആ തെല്ലിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന കൂട്ടർ അവർ ഈ ലോകത്ത് ഒന്നും നേടുന്നില്ല, പരലോകത്തും നേടില്ല. അതാണ് ഏറ്റവും പ്രകടമായ വ്യക്തമായ പരാജയം. അപ്പൊ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്ന കൂട്ടർ മുസ്ലിമീങ്ങളാണ്. അത് അള്ളാഹുവിനെ പഠിപ്പിക്കുക. ഇസ്ലാം കൊണ്ട് വിജയിക്കുന്നവരും ഇസ്ലാം കൊണ്ട് പരാജയപ്പെടുന്നവരും നമ്മൾ പഠിക്കേണ്ട പാടാ. ഇസ്ലാം കൊണ്ട് ജയിക്കുന്നവരും ഇസ്ലാം കൊണ്ട് സ്വയം തോൽപ്പിക്കുന്നവരും, ഇത് രണ്ടും സംഭവിക്കുന്നു എന്ന്. അപ്പൊ ഇത് പഠിപ്പിക്കുന്നിടത്ത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാ, ഇസ്ലാമിന് വല്ല നേട്ടം ഉണ്ടെങ്കിൽ അവർ ഇസ്ലാമിന്റെ ആളുകളായി രംഗത്തുണ്ടാവും. ഇസ്ലാമിന് പ്രതിസന്ധി വരും. നമ്മൾ പ്രതിസന്ധിയുള്ള കാലത്താണ് ജീവിക്കുന്നത്. ഇന്ത്യൻ അവസ്ഥയിലെ മുസൽമാന്മാർ ഇസ്ലാം കൊണ്ട് പ്രതിസന്ധിയിലായിപ്പോ. അങ്ങനെ പ്രതിസന്ധിയിലായിപ്പോയ പലരും ഉണ്ട്. ഇസ്ലാം ആയിപ്പോയി ഒറ്റക്കാലത്താൽ കൊല ചെയ്യപ്പെടുന്നത് 40,000 കവിഞ്ഞു. ഒക്ടോബർ 7 ശേഷമുള്ള ഫിലസ്തീനിലെ കൊല അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പ്രതിസന്ധി വരും പല രീതിയിൽ. പ്രതിസന്ധി വരുമ്പോ ഈ ആളുകൾ പറയും, നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിന്റെ വർത്താനം ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിന്റെ വേഷം വേണം നിർബന്ധിക്കുന്നത്? നമുക്ക് എവിടെ ചോദ്യങ്ങളാ. നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിന്റെ തത്വങ്ങൾ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ ആവണമെന്ന് വാദിക്കുന്നത്?
നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിന്റെ സാമൂഹ്യ ക്രമത്തിന് വേണ്ടി, സാമ്പത്തിക ക്രമത്തിന് വേണ്ടി, രാഷ്ട്രീയ ക്രമത്തിന് വേണ്ടി സംസാരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിലെ മുഴുവൻ കാര്യം ഇവിടെ പറയാൻ പോകുന്നത്? അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ കുഴപ്പമുണ്ടാകുന്നത്? നിങ്ങൾ ഇസ്ലാമികമായ വേഷവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ കാര്യം എന്താ? അവരിഷ്ടമുള്ള വേഷം ധരിച്ചോട്ടെ. നിങ്ങൾ ഇസ്ലാമിന്റെ സാമ്പത്തിക, കുടുംബ, സാംസ്കാരിക, സാമൂഹിക ക്രമങ്ങളെ കുറിച്ച് പറയുന്നു. നിങ്ങൾ ഇസ്ലാമിന്റെ മദ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, പലിശയെക്കുറിച്ച കാഴ്ചപ്പാട്, അങ്ങനെ തുടങ്ങി ഈ സാമൂഹ്യ ക്രമത്തിനകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വാശി പിടിക്കുന്നതിനാ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്ന നിസ്കാരക്കാരെ കുറിച്ചാണ് ചർച്ച. അപ്പൊ അത്തരം ആളുകൾ, അത് ഈ കാലഘട്ടത്തിൽ അന്നിന്റെ തുടർച്ച ഇന്നും ഉണ്ടെന്ന് കൃത്യമായി. അതുകൊണ്ട് അവരെ കുറിച്ച് അല്ല പറയാ, അവര് ശരിക്കും ഇസ്ലാമിന് കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഇവരൊക്കെ ഇസ്ലാമിന്റെ കൂടെ ഉണ്ടാവും. ഇസ്ലാം പ്രതിസന്ധിയിലാകുമ്പോ അവർ അപ്പുറത്ത് നിന്നിട്ട് പറയും, നിങ്ങൾ മതരാഷ്ട്രവാദികളാണ്, നിങ്ങൾ തീവ്രവാദികളാണ്. കാരണം നിങ്ങൾ ഇസ്ലാം പറയുന്നു. ഈ തീവ്രവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, മതരാഷ്ട്രവാദി വിളിക്കപ്പെടുന്ന ആളുകൾ ആരെങ്കിലും കൊല്ലാൻ പോയോ? അവർ ഇവിടെ വല്ല അണ്ടർഗ്രൗണ്ട് വർക്കും ചെയ്തോ? അവരേതെങ്കിലും മതവിഭാഗത്തിന്റെ മതത്തെ പരിഹസിച്ച് സംസാരിച്ചോ? അവർ ആർക്കെങ്കിലും എതിരെ ആയുധമെടുക്കാൻ പറഞ്ഞോ? അവർ ആർക്കെങ്കിലും എതിരെ ഹേറ്റ് പ്രചരിപ്പിച്ചോ? അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവരെന്തേ ചെയ്തുള്ളൂ? അവർ ഇസ്ലാമിനെ തെളിയിച്ചു പറയുന്നു. അവർ ഇസ്ലാമിന്റെ തത്വശാസ്ത്രത്തെ പൂർണ്ണമായും സമൂഹത്തിന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവർ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, പ്രചരിപ്പിക്കുന്നു, പ്രകടിപ്പിക്കുന്നു. അത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന സെക്കുലർ സംവിധാനത്തിലെ മുസ്ലിമീങ്ങൾ, അവരാണ് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ ആളുകൾക്കെതിരെ ഇങ്ങനെ വർത്താനം പറയുന്നത്. കാരണം എന്താ? ഇസ്ലാം പറയുന്നു, നിങ്ങൾ അതാണ് പ്രശ്നം. അപ്പൊ ഇസ്ലാം പറയരുത്, ഇസ്ലാമിനെ കുറിച്ച് പറയരുത്, ഇസ്ലാമിന് വേണ്ടി സംസാരിക്കരുത്, ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും വിഷയങ്ങളെ മുഖ്യ വിഷയമായി കാണുന്നത്. ഞങ്ങൾ പറയുന്ന പോലൊക്കെ ആവണം. നിങ്ങൾ നിസ്കരിച്ചോ? ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന, ഇത് ഈ അർത്ഥം മനസ്സിലാകൊണ്ട് ഇത്തിരി തെളിയിച്ച് പറഞ്ഞതാ. അതുകൊണ്ട് ഹർഫിൻ, ഒരു തെല്ലിൽ നിന്ന്, വക്കിൽ നിന്ന് അള്ളാനെ ആരാധിക്കുന്ന കൂട്ടർ, അവർ പൂർണ്ണമായും അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ തയ്യാറല്ല, ആരാധന കൊടുക്കാൻ തയ്യാറാ. അവരുടെ ജനന സമയത്ത് കുഞ്ഞുങ്ങളെ അവർ ഈ ക്രമത്തിൽ ആക്കും, സുന്നത്ത് കല്യാണവും കഴിച്ചിട്ടുണ്ടാവും. മരണസമയത്ത് ഇങ്ങനെ 3 തുണിയിൽ പൊതിഞ്ഞ് അങ്ങനെ തന്നെ അടക്കം ചെയ്യും. വിവാഹ സമയത്ത് അവർ ഇമാമിന്റെ മുമ്പിലിരുത്തി നിക്കാഹു നടത്തിക്കും. ബാക്കിയുടെ ജീവിതത്തിന്റെ ബാക്കി എല്ലാ മേഖലയും നിയന്ത്രിക്കുന്ന ഇസ്ലാമിക് വ്യൂ അല്ല, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളല്ല, കിതാബിന്റെയും സുന്നത്തിന്റെയും കാഴ്ചപ്പാടല്ല. അവർ നിലകൊള്ളുന്ന, അവർ കൊടി പിടിക്കുന്ന, അവർ പേര് ചേർത്ത പ്രത്യയശാസ്ത്രത്തിന്റെ മാനിഫെസ്റ്റോ അനുസരിച്ചാണ്, അതിന്റെ നേതാക്കന്മാരുടെ വാചോടോപങ്ങൾക്കനുസരിച്ചാണ്. അത്തരം ഒരു ദുരന്തത്തിൽ പെട്ടുപോയവർക്ക് ഈ ആയത്ത് പഠന വിഷയമായിട്ട് എടുക്കണം. സൂറ അൽ ഹജ്ജിലെ 11-ാം വാക്യം. അതുകൊണ്ട് ഇങ്ങനെ തെല്ലിൽ നിന്നുകൊണ്ട് അള്ളാഹനെ ആരാധിക്കുന്ന കൂട്ടർ, ഇസ്ലാമിന് ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവർ നിങ്ങളുടെ കൂടെ സന്തോഷത്തിൽ പങ്കാളികളാകും. നിങ്ങൾ ഫിത്നയായി പോയാൽ, നിങ്ങൾ പ്രതിസന്ധിയിലായാൽ, ഇസ്ലാം ആയി മുസ്ലിമായി എന്ന ഒറ്റക്കാലത്ത് നിങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അപ്പുറത്തുനിന്ന് സംസാരിക്കും നിങ്ങൾക്കെതിരെ. ഫിത്നയും പ്രയാസവും പരീക്ഷണവും ഉണ്ടാകുമ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ പിന്തിരിഞ്ഞ് അപ്പുറത്തേക്ക് മാറി നിൽക്കും. അവർ അപ്പൊ ഇസ്ലാമിന്റെ ആളുകളാവില്ല. ഞങ്ങളതല്ല, ഞാനൊരു സെക്കുലറിസ്റ്റ് മുസ്ലിമാണ്, ഞാൻ സെക്കുലർ ഇസ്ലാമിന്റെ ആളാണ്, ഞാൻ ഇസ്ലാമിന്റെ ആത്മീയ ക്രമത്തെ മാത്രമേ അംഗീകരിച്ചുള്ളൂ, അതുകൊണ്ട് പള്ളിയിലൊക്കെ പോകാറുണ്ട്, ബാക്കിയൊന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആന്റെ മറ്റു ഹുക്കുമുകളൊന്നും എനിക്ക് ബാധകല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന നിസ്കാരത്തഴമ്പുകാർ പേടിക്കണം. നിങ്ങളെ അങ്ങനെ അങ്ങ് അള്ളാഹ് വിടാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ തിണ്ണ ബലത്തിൽ, അധികാരത്തിന്റെ പാർട്ടി ബലത്തിൽ പലതും സാധ്യമായേക്കാം. നിങ്ങൾക്ക് സൈബർ അറ്റാക്ക് നടത്തി പലരും മൂലക്കിരുത്താൻ പറ്റിയേക്കാം. പക്ഷെ നിങ്ങൾ അനുഭവിക്കാൻ ദുരന്തം വലുതാണെന്ന് പഠിക്കണം. ഖസിറ ദുനിയ വൽ ആഖിറ, നിങ്ങൾ ഇഹവും പരവും പരാജയപ്പെട്ടവരാണ്. ദാലിക വൽ ഖുസ്റാൻ മുബീൻ, അതാണ് ഏറ്റവും വലിയ പരാജയം. ഏറ്റവും വലിയ പരാജയം അനുഭവിക്കുന്നവർ മുസ്ലിമീങ്ങളിൽപ്പെട്ടവരാണ്. അതുകൊണ്ടായിരിക്കണം തമ്പുരാൻ നരകത്തിന്റെ ഏറ്റവും ചൂടുള്ള ഭാഗം മുസ്ലിമീങ്ങൾക്ക് മാറ്റിവെച്ചത്. നമ്മൾ മനസ്സിലാക്കി, നരകത്തിന്റെ ചൂടുള്ള ഭാഗം ആർക്കാ? അള്ളാഹനെ നിഷേധിക്കുന്ന അപ്പുറത്തല്ല, അത് മുസ്ലിമീങ്ങൾക്കാ. കാരണം നരകത്തിന്റെ ഏറ്റവും അടിയിലെത്തട്ട് മുനാഫിക്കുകൾക്കാ. മുനാഫികൾ മുസ്ലിം സമുദായത്തിലെ ഈ പറഞ്ഞ കൂട്ടരാ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന ഖുർആൻ വാക്യം വായിച്ചാൽ മുന്നോട്ട് പോകാൻ പേടിയാവും. നിശ്ചയം മുനാഫികൾക്ക് നരകത്തിന്റെ അടിയിലെത്തട്ടാണ്. മുനാഫികൾ മുസ്ലിം സമുദായത്തിലെ ഇസ്ലാം പേരുള്ള ആൾക്കൂട്ടമാണ്.
അവർ ഇസ്ലാമിന്റെ ആരാധനാക്രമത്തെ തള്ളി പറഞ്ഞിട്ടില്ല. അവർ സുബഹിക്ക് വരെ നിസ്കരിക്കാൻ പള്ളിയിൽ ഉണ്ടായിരുന്നു റസൂലിന്റെ കാലത്ത്. അപ്പൊ അത്തരം ആളുകൾക്കാണ് നരകത്തിന്റെ ചൂടുള്ള ഭാഗമെങ്കിൽ ഇത് തമ്പുരാന്റെ തീരുമാനമാണ്. തമ്പുരാന്റെ തീരുമാനത്തെ നിങ്ങളുടെ ഈ വർത്തമാനങ്ങൾ കൊണ്ട് മറികടക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഈ നിലപാട് കൊണ്ട് മറികടക്കാൻ കഴിയില്ല. അവിടെ നിങ്ങൾ നിസ്സഹായരായി പോകുന്ന കാര്യം കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ട് ഈ പറഞ്ഞ കൂട്ടർ അതാണ് ശരിക്കും മുനാഫിക്കുകൾ. അതാണ് ഇനി മുനാഫിക്കിന്റെ നിലപാട്. അതുകൊണ്ട് അള്ളാഹ് പറയുന്നു അങ്ങനെ ഒരു കൂട്ടരുണ്ട് കേട്ടോ. വീണ്ടും ഖുർആൻ പറയും അങ്ങനെ ഒരു കൂട്ടരുണ്ട്. സൂറ അൽ ബഖറ 85-ാം വചനം. എന്താ അവരുടെ നിലപാട്? അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. അവർ ഈ ഗ്രന്ഥത്തിൽ ചില കാര്യങ്ങളെ വിശ്വസിക്കും. പ്രയോഗം തക്ഫുറൂന, ബാക്കി ചില കാര്യങ്ങൾ നിങ്ങൾ നിഷേധിക്കും. അപ്പൊ ഈ മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഖുർആൻ നിഷേധിച്ചു പോയില്ല, ആരെങ്കിലും റസൂൽ നിഷേധിച്ചു പോയില്ല, ആരെങ്കിലും ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞോ ഇല്ല. പക്ഷെ എന്ത് ചെയ്തു? ഇസ്ലാമിൽ കുറച്ച് കാര്യം അവരെടുത്തു, ബാക്കിയുള്ള കാര്യങ്ങളെ അവർ തള്ളിക്കളഞ്ഞു. അത് നിഷേധമാണ്, കുഫ്റാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു, വേറെ ചില ഭാഗങ്ങളെ നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു, പരിഗണിക്കുന്നില്ല. അത് ഇസ്ലാമിന്റെ കാര്യമായി നിങ്ങൾ കാണുന്നേയില്ല. ഈ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്ന ആളുകളാരും ഇഹലോകത്ത് നിന്യന്മാരായിട്ടല്ലാതെ ജീവിക്കില്ല. ഇഹലോകത്ത് നിങ്ങൾക്ക് ഐശ്വര്യം ലഭ്യമാവില്ല. ഇഹലോകത്ത് നിങ്ങൾ ഗുണം പിടിക്കില്ല. മുസ്ലിമീങ്ങൾ പറയാ, ഈ നിലപാടുകാർ ഗുണം പിടിക്കില്ല. അവർ നിന്ദിതരായി, പതിതരായി, അടികൊണ്ടുകൊണ്ട് മർജിതരായിട്ട് ജീവിക്കേണ്ടി വരും. നിങ്ങൾ വിമോചിതരാവില്ല. ഇസ്ലാം കൊണ്ട് നിങ്ങൾ വിമോചിതരായില്ല. ഇസ്ലാം കൊണ്ട് നിങ്ങൾ ഇഹലോകത്ത് വിമോചിതരാവില്ല. നിങ്ങൾക്ക് ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല. അത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ നിലപാട്. വയോമൽ ഖിയാമിനി, പരലോകത്തോ നിങ്ങൾ കുറെ നിസ്കരിച്ചല്ലോ, ഹജ്ജ് ഉംറയൊക്കെ ചെയ്തു, നോമ്പൊക്കെ എടുത്തു, അങ്ങനെയാണ് കുറെ ദിക്റും സലാത്തൊക്കെ ചൊല്ലി. എന്നാൽ വയോമൽ ഖിയാമ, നാളെ പരലോകത്ത് യുറദ്ദൂന ഇലാ അഷദ്ദിൽ അദാബ്, ഏറ്റവും അഷദ്ദുൽ അദാബ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഏറ്റവും കഠിനമായ ശിക്ഷ ഇവർക്കാണ്. അപ്പൊ ഏറ്റവും കഠിനമായ ശിക്ഷ മുസ്ലിം നാമധാരികൾക്ക്, ഏറ്റവും കഠിനമായ ശിക്ഷ മുസ്ലിം നാമധാരികൾക്ക്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, കാരണം ഇവർ കാണിക്കുന്ന ഏറ്റവും വലിയ ധിക്കാരമാണ്. അതുകൊണ്ട് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനത്തെ കുറിച്ച് അള്ളാഹ് അശ്രദ്ധനല്ല. അത് ശരിക്കും അള്ളാഹ് രേഖപ്പെടുത്താൻ അള്ളാഹ് സഹിക്കൂല. നിങ്ങൾ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറല്ല, ഭാഗികമായി കുറച്ചെടുത്ത് തെല്ലിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്നിട്ട് ആരാധനയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ്. ബാക്കി നിങ്ങൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ മറികടന്നുകൊണ്ട്, നിരാകരിച്ചുകൊണ്ട് മനുഷ്യ നിർമ്മിത പ്രത്യാസങ്ങൾ, ദന്നുൽ ജാഹിലിയ, ഹുക്കുമുൽ ജാഹിലിയ, ഹവൻ നഫ്സ്, അനിസ്ലാമികമായ നിഗമനങ്ങളും ഊഹങ്ങളും അടിസ്ഥാനപ്പെടുത്തി ദേഹത്തെ ബേസ് ചെയ്തുകൊണ്ട് സംവിധാനിച്ച പ്രത്യയശാസ്ത്രങ്ങളുടെ പാർട്ടികളുടെ പ്രവർത്തകരായി, അതിന്റെ നിലപാടുകാരായി ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ ആയത്തിനെ വിളിച്ചുകൊണ്ട് ബഹുമാന്യനായ ഇസ്ലാമിക ഗവേഷകനായ പണ്ഡിതൻ അലി നായിഫ് അശ്ഹൂദ് പറയുന്ന വർത്തമാനം നിങ്ങൾ കേൾക്കാം. അൻ-നിസാമു റഅ്സുമാലി, ക്യാപിറ്റലിസ്റ്റ് തത്വശാസ്ത്രം, വന്നിലാമു ശുയൂഇ, കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം, രണ്ടും നിലാമുൻ ബശരി, മനുഷ്യ നിർമ്മിത തത്വശാസ്ത്രങ്ങളാണ്. ലാ യഹ്കും ബിശറഇല്ലാഹി തആല, അതൊരിക്കലും അല്ലാഹുവിന്റെ ശറഅ അനുസരിച്ച് നിലവിൽ വന്നതല്ല. അത് രണ്ടും അനിസ്ലാമികമാണ്, മനുഷ്യനിർമ്മിതമാണ്. തമ്പുരാന്റെ ശറഉള്ള, അള്ളാഹിന്റെ ശറഅന് ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല, അതിന്റെ കൂടെ നിൽക്കുന്നില്ല, അതിന് എതിരാണ്. അതുകൊണ്ട് ലാ യഹ്കുമു, അതൊരിക്കലും തീർപ്പ് കൽപ്പിക്കുന്നില്ല, ഒരു വിഷയത്തിൽ നിലപാട് പറയുന്നില്ല. ബിശറഇല്ലാഹി തആല, അള്ളാഹുവിന്റെ ദീന്റെ ശരീഅത്ത് അനുസരിച്ചായിട്ടല്ലാതെ അങ്ങനെ പറയുന്നില്ല, തിരിച്ചാണ്, അഥവാ അതിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അത്തരം തത്വശാസ്ത്രങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ അംഗീകരിക്കുന്നത് മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളാണ് എന്നതുകൊണ്ടും അള്ളാഹുവിന്റെ ദീന് എതിരാണെന്നതുകൊണ്ടും വിശ്വാസികൾക്ക് സാധ്യമല്ല എന്നാണ് ഇത്ര കൃത്യമായിട്ട് തെളിയിച്ചു പറഞ്ഞ വലിയ ലേഖനമാണ്. അതിന്റെ ആദ്യത്തെ വരിയാണ് വായിച്ചത്. അതിന്റെ തുടർച്ചയിൽ ഇബ്നു ബാസ് റഹിമഹുല്ലാ പറയുന്നു, വഖദ് അജ്മഅൽ ഉലമാഉ, പണ്ഡിതന്മാരെ ഏകോപിച്ചിരിക്കുന്നു, പണ്ഡിതന്മാരെ ഏകോപിച്ചിരിക്കുന്നു, ഇജ്മാ ഉണ്ട് ആ വിഷയത്തിൽ. എന്താണത്? അലാ അന്ന മൻ സഅമ, ഏതെങ്കിലും ഒരാൾ വാദിച്ചാൽ, അന്ന ഹുക്മ ഗൈറല്ലാഹി, അല്ലാഹുവിന്റെ ഹുക്കുമല്ലാത്ത മറ്റു ഏതെങ്കിലും വിധികൾ, ഹുക്കുമുകൾ, നിയമങ്ങൾ, വ്യവസ്ഥകൾ, പ്രത്യയശാസ്ത്രങ്ങൾ, ഇസങ്ങൾ, സിദ്ധാന്തങ്ങൾ, അന്ന ഹുക്മ ഗൈറല്ലാഹി അഹ്സനു മിൻ ഹുക്മില്ല, അല്ലാഹുവിന്റെ കിതാബിലെ ഹുക്കുമിനേക്കാൾ ഏറ്റവും നല്ലത് അതാണ്, ഇന്ന ഹുക്കുമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അതുപോലെ തന്നെ ഔ അന്ന ഹദിയ റസൂലില്ല, അന്ന ഹദിയ ഗൈറ റസൂലില്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയല്ലാത്ത മറ്റേതെങ്കിലും മാതൃകകൾ, അഹ്സനു മിൻ ഹദി റസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ ചര്യയേക്കാൾ നല്ല മാതൃകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറ.
കാഫിറാണെന്ന് തർക്കമില്ലാത്ത വിഷയം. അപ്പൊ അള്ളാഹിന്റെ വിധി വിലക്കനുസരിച്ചുള്ള ഈ സംഗതി ശരിയല്ല, അതാണ് ഉഷാർ. ഈ കാഴ്ചപ്പാട് ശരിയല്ല, ആ കാഴ്ചപ്പാടാണ് ശരി. ഈ കാഴ്ചപ്പാടില്ല, ആ ഇസത്തിന്റെ കാഴ്ചപ്പാടാണ് ശരി. അങ്ങനെയുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരാണല്ലോ കമ്മ്യൂണിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ്, ലിബറലിസ്റ്റ്, സെക്യുലറിസ്റ്റ്, സോഷ്യലിസ്റ്റ്, ഫെമിനിസ്റ്റ് ചിന്താധാരകളിൽ പ്രവർത്തിക്കുന്നവർ. അറിയാതെപ്പെട്ടതാണെങ്കിൽ തിരിച്ചു പോകണം, അറിഞ്ഞിട്ടാണെങ്കിൽ നിലപാട് ശരിക്കും മനസ്സിലാക്കണം. അറിയാതെപ്പെട്ടതാണെങ്കിൽ പഠിക്കണം, അറിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഈ പണിക്ക് സമയം വേസ്റ്റ് ആക്കരുത്. വെറുതെ നിസ്കരിച്ച് നോമ്പ് നോറ്റ് സമയം നന്നായിട്ട് ജീവിക്ക്. ഇസ്ലാമിന് അപ്പുറത്ത് ആളുകൾ ജീവിക്കുന്ന പോലെ ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന് ശരിക്കും ആസ്വദിക്കും. എങ്കിൽ ദുനിയാവെങ്കിലും കിട്ടും. അല്ലെങ്കിൽ ദുനിയാവില്ല, പരലോകമല്ല, അള്ളാന്റെ പ്രതികാരത്തിൽ വെന്തുരുകിയാൽ തീരില്ല, പിന്നെയും വെന്തുരുകും. ഇത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് കാഫിറാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, ഇബ്നു ബാസ് പറയുന്നു കമാ അജ്മഉ, അതുപോലെ തന്നെ പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമുണ്ട്. അല അന്നമൻ സഅമ, ആരെങ്കിലും വാദിച്ചാൽ അന്നഹു യജൂസു, അനുവദനീയമാണ്, ലി അഹദിൻ മിനൻ നാസി, നമുക്ക് മനുഷ്യരുടെ ആർക്കും, അൽ ഖുറൂജു അൻ ശരീഅത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയുടെ ശരീഅത്തിന് പുറത്ത് കടക്കാം. അപ്പൊ നമ്മളെ വിവാഹം അത് ഇസ്ലാമിന്റെ ക്രമത്തിലാവണമെന്നൊന്നുമില്ല എന്ന് അഭിപ്രായപ്പെടാം. നമ്മുടെ സ്വത്ത് സംവിധാനങ്ങൾ അത് സമാഹരിക്കൽ, സമ്പാദിക്കൽ, വ്യയം ചെയ്യൽ, അത് ഓഹരി വെക്കൽ, അത് ഇസ്ലാമിന്റെ ക്രമത്തിലൊന്നും ആവണമെന്നില്ല. പലിശയുമായി ബന്ധപ്പെട്ട, മദ്യവുമായി ബന്ധപ്പെട്ട അങ്ങനെ കുറെ ഹറാമുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റുമോ? അതൊന്നും ഇസ്ലാമിന്റെ ക്രമത്തിലാവണമെന്നില്ല. എന്നിങ്ങനെ വാദിച്ചും വാദിക്കാതെയും പറഞ്ഞും പറയാതെയും പ്രഖ്യാപിച്ചും പ്രഖ്യാപിക്കാൻ നിലപാട് സ്വീകരിച്ചവർ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഔ തഹ്കീമി ഗൈരിഹ, ഇസ്ലാമിലെ തിരുനബിയുടെ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകിയ വിധിവിലക്കിന് അപ്പുറത്തുള്ള വിധിവിലക്കുകൾ സ്വീകരിക്കാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അത് അനുവദനീയമാണെന്ന് പറഞ്ഞാൽ ഫഹുവ കാഫിറുൻ ദാല്ലുൻ, അവൻ അങ്ങേറ്റം വഴികേടിലായ കാഫിറാണ്. വെറും കാഫിറല്ല, മുത്തം കാഫിറാണ്. ഫഹുവ കാഫിറുൻ ദാല്ലുൻ, അങ്ങേറ്റം വഴിപിഴച്ച കാഫിറാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ നിങ്ങൾ ഭയക്കണമെന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുക. അപ്പോൾ ഇസ്ലാമിലെ ആരാധനാദി കാര്യങ്ങളോ ആത്മീയ കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് ബാക്കി പുറത്തോടെ ഇഷ്ടം പോലെ ഏതിൻ്റെയും കൂടെ എങ്ങനെയും ആവാം എന്ന് വിചാരപ്പെടുന്നവർ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ഗണത്തിൽ അവർ ശുദ്ധ കാഫിരീങ്ങളും മുനാഫിക്കുകളും കഴിഞ്ഞ ഖുതുബയിൽ കേട്ടതുപോലെ മുർത്തദ്ദുകളുമാണ്. അപ്പൊ ഇസ്ലാമിലെ പദങ്ങളായ കാഫിർ, മുനാഫിക്, ഫാസിഖ്, മുർത്തദ്ദുകൾ ഇനിയും പഠിക്കണം. കാരണം മുസ്ലിമീങ്ങൾക്ക് പോലും ഈ പദങ്ങളുടെ അർത്ഥവും അർത്ഥവ്യാപ്തിയും മനസ്സിലായിട്ടില്ല. അവരെല്ലാവരും ഇസ്ലാമിലാണെന്ന് വിചാരിക്കുക. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല എന്നിരിക്കെ അത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞുകൂടാ. അങ്ങനെ ഇവരെ ആക്കിയെടുത്ത മതസംഘടനകളുണ്ട് ഇവിടെ. അവരെന്താ പഠിപ്പിച്ച? ദീനും ദുനിയാവും രണ്ടാണ്. അതുകൊണ്ട് നിസ്കാരവും നിലവാരവും കാര്യമൊക്കെ അള്ളാഹ്ക്ക് കൊടുത്തോ, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം നിങ്ങളുടെ ഇഷ്ടാനുസാരമാവാം എന്ന് പഠിപ്പിച്ച മതപണ്ഡിതന്മാരും മതസംഘടനകളും ഇവരെ വഴിതെറ്റിച്ച പാപം കൂടി ഏറ്റെടുക്കേണ്ടവരാണ്. അങ്ങനെ നമുക്ക് പരിഷ്കരണ പ്രസ്ഥാനത്തിൽ ആ വാദങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. യാഥാസ്ഥികരായിട്ടുള്ള ആളുകളും ആ വാദഗതിക്കാരുണ്ട്. അങ്ങനെയാണ് ഇസ്ലാമിനെ അവർ ഇങ്ങനെയാണ് സമൂഹത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നിസ്കാരാദി കാര്യങ്ങളും ദിക്റും ദുആയും നേരത്തെ പറഞ്ഞ യാഥാസ്ഥിക വിഭാഗമാണെങ്കിൽ അതിനപ്പുറത്ത് അവരുണ്ടാക്കിയ കുറെ മതങ്ങൾ, ദിക്ർ ഹൽക്കയും സ്വലാത്ത് ഹൽക്കയും നാരിയ സ്വലാത്തും താജ് സ്വലാത്തും അങ്ങനെ തുടങ്ങി ഒരുപാട് ദിനാചരണങ്ങൾ, ആഘോഷങ്ങൾ, നേർച്ചകൾ, വഴിപാടുകൾ, പ്രതിഷ്ഠകൾ, ഉപാസനകൾ, കുടിക്കാനും വെള്ളം കഴിക്കാൻ എണ്ണ തുടങ്ങി പലതും, കെട്ടാനും ഉടുക്കാനും ഒക്കെ വേറെ പലതും, ഇങ്ങനെ സംവിധാനിച്ചൊരു പുതിയ മതമുണ്ടാക്കി അവരോട് നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ മതി, എന്ത് പാപം നിങ്ങൾ ചെയ്താലും കുമ്പസാരിച്ചാൽ തീരുമെന്ന് ഏതോ മതയുവാക്കാർ പഠിപ്പിച്ചതുപോലെ ഇതേ പുരോഹിതന്മാരും പഠിപ്പിച്ചു. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ നേരെ ദിക്റും സ്വലാത്തൊക്കെ എണ്ണം തികച്ചാൽ മതി. അങ്ങനെ പഠിപ്പിച്ചു കൂട്ടാർ. അവരാണ് ഈ സമുദായത്തെ വഴികളിലാക്കിയ ഒരു വിഭാഗം. അതിന് വ്യത്യസ്തമായി ഈ വക എല്ലാ ശിർക്കിന്നും മാറി നിൽക്കുന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സംവിധാനങ്ങൾ അവരാണിത് പഠിപ്പിച്ചു കൊടുത്ത്, അത് ദീനിന്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ദുനിയാവിന്റെ കാര്യമൊക്കെ വിട്ടള, അതിൽ ഖുർആന്റെ സുന്നത്തിന്റെ നിർദ്ദേശം പാലിക്കേണ്ടതില്ല എന്ന്. അന്ന് അവർക്കത് രാഷ്ട്രീയത്തിന്റെ താല്പര്യമായിരുന്നു, ഇന്നവർ കുടുങ്ങിപ്പോയി. അപ്പൊ ഇങ്ങനെ ദീനും ദുനിയാവും രണ്ടാക്കി മാറ്റിയ യാഥാസ്ഥിക മതസംവിധാനങ്ങൾ, മതസംഘടനകളും പണ്ഡിത വേഷങ്ങളും
പരിഷ്കരണത്തിലെ മത സംവിധാനങ്ങളും മൗലവിമാരും ഈ രണ്ടു കൂട്ടരും കൂടി ചെയ്തു വെച്ച ദുരന്തം. അപ്പൊ എന്ത് സംഭവിച്ചു? പെടാത്ത വേറൊരു കൂട്ടരുണ്ടായി. അവരെന്താ, എന്തായാലും കുഴപ്പമില്ല, വെറും ആത്മീയമായ ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഫളായില് മാത്രം പറയുന്ന ഖുത്ബ കേൾക്കാൻ പോകുന്ന ഒരു കൂട്ടർ. അങ്ങനെ ഒരു കൂട്ടർ ഒരു വേഷത്തിൽ ഇങ്ങനെ, അവിടെ ഒരു പള്ളി, ഇവിടെ ഒരു പള്ളി. അപ്പൊ അവിടെ പോയാൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഫളായിലുൽ അഅ്മാലൊക്കെ കേട്ട് ഇബാദാത്തിന്റെ അമലിന്റെ പുണ്യൊക്കെ കേട്ടിരുന്നു മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട, വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മളെ കാര്യമെല്ലാം സേഫ് ആണെന്ന് വിചാരിച്ച് അങ്ങനെ പല ജാതി ആത്മീയ തുരീഖത്തുകൾ വേറെ, സൂഫികൾ വേറെ, ഖാൻഗാഹുകൾ വേറെ, ഷെയ്ഖുമാര് വേറെ, മുരീദുമാര് വേറെ, അങ്ങനെ ആ കൈ ഈ കൈ മറ്റേ കൈ, ഇന്ന കയ്യിലെ ഇന്ന ത്വരീഖത്തിൽ ആളെന്ന് പറഞ്ഞിട്ട് അതിന് വേറെ രീതി, ഇങ്ങനെ പല ജാതി സാധനങ്ങൾ ഇസ്ലാമിനകത്ത്. യഥാർത്ഥത്തിൽ എന്തൊരു ദുരന്തമാണ് കൂട്ടരെ സംഭവിച്ചെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല. ഈ ദുരന്തത്തിൽ പെട്ടുപോകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാം പഠിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ അറിയണം, നേരെ ചൊവ്വേ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, നേരെ ചൊവ്വേ ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന സലഫി പ്രസ്ഥാനം, ഗൾഫിലെ സലഫിയെ കുറിച്ചാണ്, ഇവിടുത്തെ സാധനത്തെ കുറിച്ചല്ല. അവരൊക്കെ കൃത്യമായി പഠിപ്പിച്ചത് ഇത് തന്നെയാണ്. നിങ്ങൾ മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രത്തിന് പിന്നാലെ പോയാൽ നിങ്ങൾ വലിയ ദുരന്തത്തിലായി പോകുന്നു. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ സലഫി പണ്ഡിതനാണ്, സൗദി അറേബ്യയിലെ. അദ്ദേഹത്തിന്റെ വർത്തമാനം കേൾക്കുക. അൽ ഇന്തിമാഉ ഇലൽ മദാഹിബിൽ ഇൽഹാദിയ്യ, നിരീശ്വര നിർമ്മത മതനിരാസ മദ്ഹബുകൾ, കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും നിരീശ്വര നിർമ്മതവാദങ്ങൾ. ഈ പറഞ്ഞ ഇസങ്ങളൊക്കെ അടിസ്ഥാനം നിരീശ്വര നിർമ്മതവാദമാണ്. അള്ളാഹ് അംഗീകരിക്കുന്ന കൂട്ടരാ. അത്തരത്തിലെ എല്ലാ മദ്ഹബുകളും പ്രസ്ഥാനങ്ങളും, അത് കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും സോഷ്യലിസവും സെക്കുലറിസവും ലിബറലിസവും ഫെമിനിസവും ഒക്കെ ആവട്ടെ, അതെല്ലാം കമ്മ്യൂണിസം പോലെ, വൽ ഇൽമാനിയ സോഷ്യലിസം പോലെ, സെക്കുലറിസം പോലെ, ക്യാപിറ്റലിസം പോലെ, ഇതല്ലാത്ത മറ്റു കുഫറിന്റെ എല്ലാ വീക്ഷണങ്ങളും, അതെല്ലാം റിദ്ദത്തുൻ അൻ ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന മുർത്തദ്ദുകളാകുന്ന പണിയാ. ഇത്ര കൃത്യമായി അദ്ദേഹം പറഞ്ഞു രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഈ ഉദ്ധരണം വായിച്ച് സമയം കളയാനല്ല, ഇത് കൃത്യമായി പഠിക്കേണ്ടുന്ന വിഷയമാണ്. ഈ പറഞ്ഞ ഇസങ്ങളുടെ കൂടെ നിന്ന് അത് ശരിയാണെന്ന് വിചാരിച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്ത് അതിന് സമാധാനം കണ്ടെത്തുന്ന എല്ലാവരും റിദ്ദത്തുൻ അൻ ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം എന്ന് പുറത്താ. നിങ്ങൾ മുർത്തദ്ദുകളാണ്, നിങ്ങൾ കാഫിറുകളാണ്, നിങ്ങൾ മുനാഫിക്കുകളാണ്, നിങ്ങൾ ഫാസിഖീങ്ങളാണ്, നിങ്ങൾ അതുകൊണ്ട് തന്നെ ശിക്ഷക്ക് അർഹരാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വീണ്ടും പറഞ്ഞു. വൈൻ ഫൈൻ കാനൽ മുന്തമി ഇലാ തിൽക്കൽ മദാഹിബ്, ഈ മദ്ഹബിൽപ്പെട്ട ആളുകൾ അഥവാ ഈ കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, സെക്കുലറിസ്റ്റ്, ലിബറലിസ്റ്റ്, ഫെമിനിസ്റ്റ് ചിന്താധാരയെ സപ്പോർട്ട് ചെയ്യുന്ന നിസ്കാര തഴമ്പുകാർ, അവർ യദ്ദഈ അൽ ഇസ്ലാം, അവർ മുസ്ലിമീങ്ങളാണെന്ന് വാദിക്കുന്നുണ്ട് എങ്കിൽ, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാ എന്ന് വാദിക്കുന്നുണ്ട് എങ്കിൽ, യദ്ദഈ അൽ ഇസ്ലാം, ഇസ്ലാമിനെ അവകാശപ്പെടുന്നെങ്കിൽ, ഫഹാദാ മിനൻ നിഫാഖിൽ അക്ബർ, ഇതാണ് കേട്ടോ ഏറ്റവും വലിയ നിഫാഖ്. അപ്പൊ ഏറ്റവും വലിയ കാപ്പട്യം പഠിക്കുക നിങ്ങൾ. ഇങ്ങനെ എന്നിട്ടും ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് വാദിക്കുന്നു എങ്കിൽ ഫഹാദാ മിനൻ നിഫാഖിൽ അക്ബർ, ഇത് ഏറ്റവും വലിയ നിഫാഖ, ഏറ്റവും വലിയ കാപ്പട്യമാണ്. നിങ്ങൾ മുനാഫിക്കുകൾ മുരത്തത, നിങ്ങൾ കേവലം മുനാഫിക്കല്ല, മൂരത്ത മുനാഫിക്കാണെന്ന് വീണ്ടും അദ്ദേഹം ഫൈനൽ മുനാഫിഖീന, നിശ്ചയ മുനാഫിഖീങ്ങൾ യന്തമൂന ഇലൽ ഇസ്ലാമി ഫിൽ ളാഹിർ, അവർ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ ആൾക്കാരായി രംഗത്തുണ്ടാകും. വഹും മഅൽ കുഫാർ ഫിൽ ബാത്തിൻ, അകത്തവർ കാഫിരീങ്ങളെ കൂടെ ആയിരിക്കുന്ന. അതാണ് മുനാഫിക്കിനോട് ഇത്ര വെറുപ്പുണ്ടാകാൻ കാരണം. അവർ പുറത്ത് ഇസ്ലാമിന്റെ കോലത്തിലായിരിക്കും, അകത്തവർ ശുദ്ധ നിഷേധികളെ, ഈ പറയുന്ന ഇസ്ലാം വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങളെ പിന്തുണക്കുന്നവർ, അവർ കാഫിരീങ്ങളെ കൂടെയാണ്. അവർ കാഫിരീങ്ങളെ സഹായിക്കുന്നവർ, കുഫ്രിനെ സഹായിക്കുന്നു, കുഫ്രിനെ വളർത്തുന്നു, അതിന് മുദ്രാവാക്യം വിളിക്കുന്നു, അതിനുവേണ്ടി ശബ്ദിക്കുന്നു, അതിനുവേണ്ടി കലഹിക്കുന്നു, കലാപം കൂട്ടുന്നു. അതുകൊണ്ട് ശുദ്ധ കാഫിരികൾ. അതിനകത്തെ ആയത്ത് ധരിക്കുക. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്നാ, വിശ്വാസികളെ കൂടെയാകുമ്പോൾ അവർ പറയും ഞങ്ങളൊക്കെ വിശ്വാസികളാണ്. ഞങ്ങളൊക്കെ പള്ളിയിൽ വരുന്നുണ്ടല്ലോ, പള്ളി കമ്മിറ്റിയിലുണ്ട്, ഞങ്ങളൊക്കെ ഇസ്ലാമിന്റെ ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു, ഞങ്ങളൊക്കെ ഇസ്ലാമിന്റെ കൂടെയാണ്. വൈദാ ഖലൗ ഇലാ ശയാത്തീനുടെ പാർട്ടി യോഗത്തിലെത്തിയാൽ, പാർട്ടി മുമ്പിൽ ഇരിക്കുമ്പോ, പാർട്ടി സംവിധാനത്തിൽ തിട്ടൂരം വരുമ്പോ, പാർട്ടിയുടെ മാനിഫെസ്റ്റോ വരുമ്പോ, ഖാലു അവർ പറയും ഇന്നാമാക്കും ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ, ഞങ്ങൾക്കറിയാം നമ്മളവിടെ കൂടെ പോകുന്നത്, ഇന്നാമാക്ക് ഞങ്ങൾ കൂടെയാണ്, ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ അവരെ പരിഹസിക്കാൻ വേണ്ടി പോണതാ. ഇസ്ലാമിനെ പരിഹസിക്കുന്നവർ, അള്ളാഹിനെ പരിഹസിക്കുന്നവർ, റസൂലിനെ പരിഹസിക്കുന്നവർ, ഇസ്ലാമിന്റെ തത്വശാസ്ത്രത്തെ പരിഹസിക്കുന്നവർ, ഇതാണ് ശുദ്ധ മുനാഫിക്. വളരെ കൃത്യമാണ് സംഗതി, വളരെ കൃത്യമാണ്. അതുകൊണ്ട് പാർട്ടിയുടെ നിലപാട് മാറ്റി. നേരത്തെ മതത്തിന്റെ രീതിയിലേക്ക് പോകാൻ പാടില്ല. ആരാധന കൃത്യമായി നടത്തുന്നവരെ നിരീക്ഷിക്കും, അവനെ സംശയിക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ മാറിയോ, പുതിയ തിട്ടൂരൊക്കെ വന്നിരിക്കുന്നു, പോകണം.
അപ്പൊ പോകുന്ന ആളുകൾ ഇങ്ങനെ പള്ളിയിൽ പോകുന്നവർ, അമ്പലത്തിൽ ചർച്ചിലൊക്കെ പോകുന്ന 3 വിഭാഗം. ഒരു കൂട്ടര് ഇതൊന്നും അറിയാതെ പെട്ടിട്ട് നേരെ ചൊവ്വേ നിസ്കരിച്ച് നോമ്പ് നോറ്റ് പോകുന്ന പാവങ്ങൾ, കാര്യങ്ങളൊന്നും പഠിച്ചില്ല. വേറൊരു കൂട്ടര് ഇസ്ലാമിന്റെ കാര്യത്തിൽ തടസ്സമൊന്നും സംവിധാനിക്കുന്നില്ലല്ലോ, പാർട്ടി തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാവാം പാർട്ടിയുടെ കൂടെ എന്ന് വിചാരിച്ചു പോകുന്ന ആളുകൾ. വേറെ കൂട്ടർ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ ഒരു കാപ്പട്ടിയും കൊണ്ട് നടക്കണം, പള്ളിയിലൊക്കെ പോകണം, പള്ളി കമ്മിറ്റി കയറണം, അമ്പല കമ്മിറ്റി കയറണം, ചർച്ചിലെ കമ്മിറ്റി കയറണം, അങ്ങനെ കയറിയിട്ട് അവിടങ്ങളിലുള്ളവരെ നിയന്ത്രിക്കണം, പിന്നെ മിമ്പർ നമ്മൾ നിയന്ത്രിക്കണം. അങ്ങനെ തെരുവിൽ തേരാപ്പാര നടക്കുന്ന രാഷ്ട്രീയക്കാരന്റെ ഇംഗിതം പാലിച്ച് ഹുത്വ പറയേണ്ടി വരുന്ന ഇമാമിങ്ങൾ, ഒരു പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കാൻ ധൈര്യമില്ലാത്ത പള്ളി കമ്മിറ്റികൾ, പാർട്ടികളെ ഭയക്കുന്ന മഹല്ല് സംവിധാനങ്ങൾ, അങ്ങനെ ഈ സംവിധാനത്തെ അപകടത്തിലാക്കി ഇക്കൂട്ടരെ അല്ല വെറുതെ വിടുവോ? നമ്മൾ വെറുതെ വിട്ടാലും. അതുകൊണ്ട് ആ ഖുർആനായത്തിന്റെ ഗൗരവം ഇത്രത്തോളം ഇമ്പെന്ന് പറയേണ്ടി വരുന്നത്. ഇവര് വീണ്ടും പറയുന്ന വർത്തമാനല്ല പറയാ. വിശുദ്ധ ഖുർആൻ സൂറ അൻ-നിസാ 141, വൈൻകാനൽ കാഫിരിൻ നസീബുൻ, നിഷേധികളായ അക്കൂട്ടർ, മറുപക്ഷത്തുള്ള ഈ ഇസത്തിന്റെ ആളുകൾ, അവർക്ക് നല്ല നേട്ടവും വിജയമൊക്കെ വന്നാൽ ഖാലു, ഈ മുനാഫികളായ മുസ്ലിമീങ്ങൾ പറയും, അലം നസ്തഹ്വിദ് അലൈക്കും വനംനഅകും മിനൽ മുഅ്മിനീൻ, ഞങ്ങളല്ലേ നിങ്ങളെ സംരക്ഷിച്ചത്, ഞങ്ങളല്ലേ നിങ്ങളെ ജയിപ്പിച്ചത്, ഞങ്ങളല്ലേ ഇന്ന മണ്ഡലം ചോപ്പിച്ചത്, ഞങ്ങളല്ലേ ഇന്ന വാർഡ് പിടിച്ചെന്നത്, ഞങ്ങളല്ലേ ഇന്ന പ്രദേശത്തെ നിങ്ങളുടെ അനുകൂലികളാക്കി മാറ്റിയത്, ഞങ്ങളല്ലേ നിങ്ങളെ സംരക്ഷിച്ചത്. ഇസ്തഹ്വദ അലൈഹിം, അലൈക്കും, നിങ്ങളെ ഞങ്ങളല്ലേ കാത്തത്, ഞങ്ങളല്ലേ നിങ്ങളെ ജയിപ്പിച്ചത്. വനംനഅകും മിനൽ മുഅ്മിനീൻ, ഇസ്ലാമിനെ ശരിയായി പറയുന്ന ആൾക്കാരെ നിന്നും രക്ഷിച്ച് നിങ്ങളെ തടഞ്ഞ് നിങ്ങളെ ജയിപ്പിച്ച് ഞങ്ങളല്ലേ എന്നവർ പറയും. ഫല്ലാഹു യഹ്കും ബൈനകും യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഈ വിഷയവും തീർപ്പാകും. അപ്പൊ നമ്മൾ വിചാരിച്ച നിസ്കാരത്തിന്റെ കാര്യം മാത്രം തീർപ്പാകുന്നില്ല, രാഷ്ട്രീയവും തീർപ്പാകും. ഇത് രാഷ്ട്രീയമാണ്, പക്കാ രാഷ്ട്രീയം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച നിസ്കാരത്തിന്റെ കാര്യം മാത്രമേ വിചാരണക്കെടുക്കൂ. അല്ല, അല്ല പറയാ, അല്ലാഹു ഫല്ലാഹു യഹ്കും ബൈനകും യൗമൽ ഖിയാമ, നാളെ ഖിയാമ നാളിൽ ഈ വിഷയം അല്ല തീർപ്പാക്കും, ഇതും അല്ല തീർപ്പാക്കും. വലൻ യജ്അലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല, കാരണം സത്യനിഷേധികൾക്ക് മുസ്ലിമീങ്ങളെ അതിജയിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇവിടെ ജയിക്കാം, പക്ഷേ അവിടെ മുസ്ലിമീങ്ങൾ മാത്രമേ, ലക്ഷണമൊത്ത മുസൽമാന്മാരെ ജയിക്കൂ പരലോകത്ത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വാദഗതി കൊണ്ട് ഇവിടെ നിങ്ങൾ ജയിച്ചു, പക്ഷെ അവിടെ നിങ്ങൾ ജയിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയവും അല്ല വിധി തീർപ്പാക്കും. അതുകൊണ്ട് നിസ്കാരം മാത്രമല്ല തീർപ്പാക്കുക, നിലപാടുകളും തീർപ്പാക്കും എന്ന് വളരെ കൃത്യമായി, അതുകൊണ്ട് വളരെ കൃത്യമായി പഠിപ്പിച്ച ഈ പാഠങ്ങളെ മറന്നുകൊണ്ട് മറികടന്നുകൊണ്ട് സഹോദരന്മാരെ നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതുകൊണ്ട് നാം അറിയണം, പൂർണ്ണമായും തമ്പുരാന്റെ ദീന് വിധേയപ്പെടണം. അപ്പോഴേ നമ്മൾ വിമോചിതരാകുന്നു. അതാ ഇസ്ലാമിലെ വിമോചന പാഠം. അള്ളാഹുവിന്റെ ദീനിന് പൂർണ്ണമായും വഴിപ്പെടുമ്പോൾ നിങ്ങൾ വിമോചിതരാണ്. നിങ്ങൾ ഭാഗികമായി തെല്ലിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയി നിങ്ങൾ അടിമകളാണ്, നിങ്ങൾ പലതിന്റെ അടിമകളായിട്ട് മാറും. അതുകൊണ്ട് അത്തരത്തിലൊരു അടിമത്തത്തിന്റെ വഴിയിലേക്ക് നിങ്ങളായിട്ട് പോയി പോകാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു, അലൈഹി വിശ്വാസികളെ, സൂറ അൻ-നിസാ, യാ അയ്യുഹല്ലദീന ആമനു, അലൈഹി വിശ്വാസികളെ, അത്തിയുള്ള നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വാത്തിയുർ റസൂല, പ്രവാചകനെ അനുസരിക്കണം. അംഗീകരിച്ചാൽ പോരാ, പലരും അംഗീകരിച്ചു, അള്ളണ്ട്, റസൂലുണ്ട്, വളരെ ഹുബ്ബൊക്കെ ഉണ്ട്, നിസ്കാര നിലവാരമൊക്കെ ഉണ്ട്, അംഗീകരിച്ചേ ഉള്ളൂ, അനുസരിച്ചില്ല. അള്ളാഹ് അനുസരിക്കണം. അള്ളാഹിനെ റസൂലിനെ അനുസരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊന്നിന്റെയും ആളാകാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടക്കില്ല, നിങ്ങളുടെ പാർട്ടി താല്പര്യങ്ങൾ നടക്കില്ല, നിങ്ങളുടെ മറ്റു വിനോദ താല്പര്യം നടക്കില്ല, നിങ്ങളുടെ സാമ്പത്തിക താല്പര്യം നടക്കില്ല, കുടുംബ താല്പര്യം നടക്കില്ല, പലതും നടക്കില്ല എന്ന് ശരിയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, ഇസ്ലാമിന്റെ മാർഗത്തിൽ നിങ്ങളെ നേരെ ചൊവ്വേ നയിക്കുന്ന ആളുകളെയും അനുസരിക്കണം. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, ഇനി എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇസ്ലാമികമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ പാർട്ടിക്കാരെ കൂടെ പോകലല്ല, നിങ്ങൾ ഈ ഇസങ്ങളുടെ കാഴ്ചപ്പാട് എടുക്കല്ല, നിങ്ങൾ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണം. കിതാബ് എന്ന് കാണണം അതിന് വിധി, കിതാബും സുന്നത്തും വെച്ചുകൊണ്ട് നിങ്ങൾ ആ വിധി സ്വീകരിക്കണം. വഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹു വിശ്വസിക്കുന്നവരാണെങ്കിൽ, വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും വിശ്വസിക്കുന്നവരാണ്, പരലോക വിശ്വാസം ഉണ്ടെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എങ്കിൽ, അല്ലാഹു വിശ്വസിക്കുന്ന ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എങ്കിൽ, ദാലിക ഖൈറുൻ, ഇതാണ് ശരി, ഇതാണ് ഖൈർ, ഇതാണ് ഗുണം. വഅഹ്സനു തഅവീല, ഇതിനാണ് നല്ല പരിണിതി, ഇതിനാണ് സ്വർഗം, ഇതിനാണ് പരലോക വിജയം. എത്ര വ്യക്തമായ അർത്ഥം, ഒരുപാട് ആയാത്തുകൾ സുഹൃത്തുക്കളെ. ഈ വിഷയം നേരെ ചൊവ്വേ പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. എന്റെയും നിങ്ങളുടെയും സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്ക് ആരോടും പരാതിയില്ല,
ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. പക്ഷെ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരു കൂട്ടരെയും നമ്മൾ അറിയാതിരിക്കാൻ പാടില്ല. നമ്മുടെ പരലോകം സ്വർഗം നഷ്ടപ്പെടുന്ന ഒരു വഴി നമ്മൾ തിരിച്ചറിയാതിരിക്കാനും പാടില്ല. അതുകൊണ്ട് നമസ്കാരത്തിന്റെ ഷർത്തും ഫർളും പഠിച്ച് കാലം കഴിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ മാറിയിട്ട് ഇസ്ലാമിനെ ശരിയായിട്ട് പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. അള്ളാഹു നമ്മുടെ പഠന ലക്ഷ്യത്തിലെത്തി തീരുമാറാവട്ടെ. അവന്റെ യഥാർത്ഥ ദാസന്മാരിൽ ദാസിമാരിൽ നാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു ഹുവർ റബ്ബുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്ന എല്ലാവരുടെയും നാശം അള്ളാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك.